ഇത് രാമകഥ ഭാഗം 4. രാമായണത്തിലെ ധർമ്മദീപ്തിയുള്ള കഥാപാത്രമാണ് കൗസല്യ. സപത്നിമാരായ സുമിത്രയെയും കൈകേയിയെയും കൗസല്യ സ്വന്തം സഹോദരിമാരെപ്പോലെ സ്നേഹിച്ചു. ദശരഥന് കൗസല്യയിൽ ജനിച്ച പ്രഥമ പുത്രിയാണ് ശാന്ത. പിന്നീട് അനവതൃദുഃഖം അനുഭവിക്കുന്ന ആത്മസുഹൃത്തായ അംഗരാജാവ് ലോമപദന് ദത്തുപുത്രിയായി അവളെ നൽകുന്നു. അംഗരാജാവ് പിന്നീട് ശാന്തയെ ഋഷ്യശൃംഗ മഹർഷിക്ക് വിവാഹം കഴിച്ചു കൊടുത്തു. ഋഷ്യശൃംഗൻ നടത്തിയ യാഗത്തിൽ ദേവന്മാർ തയ്യാറാക്കിയ പായസം നിറച്ച സ്വർണ്ണകുംഭം നൽകിയപ്പോൾ രാജാവ് ഈ ദിവ്യമായ പ്രസാദം പാതി നൽകിയത് കൗസല്യയ്ക്കാണ്, പാതി കൈകേയിക്കും. മകൻ്റെ പട്ടാഭിഷേകത്തിന് അയോധ്യ ഒരുങ്ങുമ്പോൾ മാതാവിനരികിൽ രാമൻ വന്നെത്തി. ആഹ്ലാദത്തോടെ വരവേറ്റപ്പോഴാണ് പിതാവിൻ്റെ സത്യപരിപാലനത്തിനായി താൻ കാട്ടിലേക്ക് പോകുന്നു എന്ന അകം പൊള്ളിക്കുന്ന സത്യം അവർ അറിയുന്നത്. പുത്രന് രാജ്യം നഷ്ടപ്പെട്ടതിലല്ല ആ മാതാവ് ദുഃഖിച്ചത്. രാജ്യം ഭരതൻ ഭരിക്കട്ടെ മകനെ, നീ എന്തിന് കാട്ടിൽ പോകണം എന്നാണ് ആ അമ്മ അന്വേഷിച്ചത്. കാനനത്തിലേക്ക് നാടുകടത്തപ്പെട്ട പ്രിയപുത്രനെയും സീതാദേവിയെയും ലക്ഷ്മണനെയും ആത്മവ്രതയോടെ അവർ യാത്രയാക്കി. എന്നാൽ പിന്നീട് സ്ത്രീസഹജമായ കോപം, നിരാശ, ദുഃഖം ഇവയ്ക്ക് കീഴ്പ്പെട്ട് ഒരു സാധാരണ അമ്മയെപ്പോലെ രാജാവിന് നേരെ കൗസല്യ കുത്തുവാക്കുകൾ പറഞ്ഞു. ഭർതൃവിയോഗത്തിലും സപത്നിമാർക്കൊപ്പം ഒരുമയോടെ കഴിയുകയും അവർക്കൊപ്പം കാനനവാസം അവസാനിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കാൻ ചിത്രകൂടപർവ്വതത്തിൽ പോയി രാമനെ കാണുകയും ചെയ്തു. രാമൻ രാജധർമ്മം വെടിയാൻ വിസമ്മതിച്ചു. ഒരു സ്ത്രീക്ക് അനുവദിച്ച പ്രജ്ഞയുടെയും സഹനശക്തിയുടെയും പരിമിതിക്കപ്പുറം മരണത്തെക്കാൾ വലിയ ദുരന്തങ്ങൾ വന്നപ്പോഴും നിർഭയമായി നേരിട്ടവളാണ് കൗസല്യാദേവി. ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.